ഇതെങ്ങനെ ഈ ഉലക്കതിമ പൊടിച്ചത് അറിയില്ല. ഇച്ചി ഈ ഉലക്കമ്മ പൊടിച്ചാൽ രണ്ടര എന്തായിട്ടുണ്ട് കാര്യം? എന്തമ്മ എങ്ങനെ പൊളിച്ചത് കിട്ടണില്ല? അതെ നിങ്ങളെ തിരുവനന്തപുരത്ത് കെട്ടിക്കൊടുന്ന ഒരുത്തിണ്ടല്ല ഉള്ളിൽ മൊബൈൽ നോക്കിയിരിക്കണോ? ഓളോടൊന്ന് പറയും. ഓൾക്ക് നന്നല്ലേ ഇപ്പൊ ഒന്ന് പൊളിച്ചാനേ. പൊളിച്ചെന്നാ നിക്കണ. ഞാൻ ഓളെ വിളിച്ച് ഞാൻ ഇവിടെ അടച്ചൊന്നും കാണില്ല നിങ്ങള്. ഓൾ അവിടെ ആ ഫോണിൽ ആ ചെവിയിൽ ആ സാധനം വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓൾ ഒരു പണിക്കും ഓള് വരൂല. എങ്ങനെയാ ഓൾക്ക് കുട്ടികളില്ല? ഓൾ ഈ പീസിയോടും വെച്ച് ഇങ്ങനെ നിൽക്കില്ലേ? നിങ്ങൾ നോക്കി നിങ്ങൾ ഓളെ വിളിച്ചിട്ട് കാര്യമില്ല. ഓളാ ചെവിയിലാ കുന്ത്രാട്ടം വെച്ചിരിക്കുകയാണ്. ഒരു പണി എടുക്കൂല. എന്താ ചെയ്യാ? ഇപ്പൊ കണ്ട എന്തിനാ കാട്ടിക്കുട്ടി അടുക്കളയില് ഓള് കാട്ടിക്കുട്ടി ചോറിന് നിങ്ങൾ ഇങ്ങനെ വളം വെച്ച് കൊടുത്തിട്ട് തന്നെ ഓള് ഇങ്ങനെ ആസായിക്കണത്. ഓളെ വിളിച്ചോക്കി പോയില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഈ പെരയിലെ പണി മുഴുവൻ എടുക്കണ്ടേ ഉമ്മ? നിങ്ങൾ എന്താ നിങ്ങൾ ഇന്നെ പറയേണ്ടത്? ഞാൻ വന്നപ്പോ പെണ്ണാണ് തുടക്കണ്ടത്. അതുമ്മ നിങ്ങൾ നീച്ചപ്പോൾ ഞാൻ അടക്കം തുടച്ചതാണ്. ഓള് നിങ്ങളാണെങ്കിലും മെയിൻ ആവുകയാണ്. അല്ലാതൊന്നുമില്ല. അത് നിങ്ങൾ കണ്ണുമുന്നിൽ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നിസ്കരിച്ചാൻ അയച്ചിക്കണ നമ്മളെ തൊഴിലക്കേട് നാട്ടുകാര് മനസ്സന്മാർ മോടി വരും. ഒച്ചപ്പാട് കേട്ടാല് ഇല്ലാടാ അത് പൊട്ടിച്ചോണ്ടാ. അതിന് ഞോളെ വിളിച്ചാളി. കൈമ കൂടെ എന്താവും കത്തിയ തട്ടിയ ഓളെ വിളിച്ചിമ്മ ഓളൊന്ന് വിളിച്ചാ ചെവി കേക്കൂല പെമ്പർ നോക്ക്. ഹലോ അസ്സലാമു അലൈക്കും. അല്ല നമ്മള് മറ്റേ ഡ്രൈവറാണ്. അല്ല കാര്യം നീ വരാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? നീ പോയിട്ട് 4-5 മാസമായല്ലോ. നീ ഉടനെ വരാൻ നോക്ക് കേട്ടാ, അല്ലെങ്കിൽ സീനാവും. നിനക്ക് പകരം വന്ന ആളിനെ ഇവിടെ നിർത്തണോ വേണ്ടെന്നുള്ളതാണ് ബോസ് ചോദിക്കുന്നത്. ഒന്നും ആയിട്ടില്ലേ? വിശേഷം ഒന്നും ആയില്ലേ? എന്റെ മോനെ, ഞാൻ നിന്റെ അടുത്ത് ഒരു ഡോക്ടറിന്റെ കാര്യം പറഞ്ഞില്ല, നീ അതൊന്നും ചെയ്യാത്തത്. അവിടെ പൊക്കോ. ഇത് നാളെ തരും നോക്ക് കേട്ടോ. ഞാൻ എന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ അയച്ചു തരാം. അപ്പൊ ചോദിച്ചു നോക്കാം. ഓ ശരി ശരി എങ്കിൽ ഇൻഷാല്ലാ എന്തായാലും നോക്കിയിട്ട് പറയാട്ടാ. ഓക്കെ. അവന് കുട്ടികളൊന്നും ആയിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പം നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യണം. സംഭവം ജോലിയുടെ കാര്യം എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം നിങ്ങൾ ഇവിടെ തിരാൻ വേണ്ടി വരും. പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. നല്ല അവസ്ഥകളാ. ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നോക്കി നമുക്ക് സംസാരിച്ചു നോക്കാം. എന്താ പുതിയ പ്രശ്നം? വീട് മാറാനോ? നീയല്ലേ മൂത്തത്? ഒരു പൊടിക്ക് നിനക്കൊന്ന് അടങ്ങി കൊടുത്തൂടെ? എപ്പോ നോക്കിയാലും കച്ചറയാണല്ലോ ഇവിടെ. ഈ വീട് എന്തായാലും മാറണം, അല്ലെ വാപ്പയുടെ ഷെയർ വാങ്ങണം. അവൾ എന്നെ കുത്തുവാക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നില്ല എല്ലാം പറഞ്ഞ് നമുക്ക് എന്തായാലും ഷെയർ വാങ്ങണം. ഇവിടുന്ന് മാറണം. അതൊന്നും നടക്കുന്ന കാര്യമില്ല. നടക്കും. ഷെയറിന്റെ കഴിക്കാൻ സംസാരിക്കേ, അല്ലെങ്കിൽ തന്നെ ചെലവ് നോക്കിയിട്ട് ഞാൻ ആകെ കുത്തുപാടെടുത്ത് നിൽക്കുകയാണ്. അത് നടക്കുന്ന കാര്യമില്ല. മാറിയേ പറ്റൂ. നീ എന്തിനെങ്ങനെ വാശി പിടിക്കണത് നടക്കാത്ത കാര്യത്തിന്? കുറ്റങ്ങൾ പറയുമ്പോഴേ എനിക്ക് എന്താ പറയുക, എന്റെ മച്ചീനെ വിളിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല എന്ന്. അതൊന്നും സാരല്ല, ഈ മൂത്തതല്ലേ, ഒന്ന് ക്ഷമിക്ക്, ഒന്ന് പൊടിക്ക് ക്ഷമിച്ചു കൊടുക്ക്. എപ്പോഴും കൊച്ചില്ലെന്ന് പറഞ്ഞ് എപ്പോഴും പറയുമ്പോഴത്തേക്ക് ഞാൻ സഹിച്ചോണ്ടിരിക്കോ? നിങ്ങൾ സഹിച്ചോണ്ടിരിക്കോ? പളച്ച നമുക്കൊരു കൊച്ചിന് തരുന്നോണ്ടല്ലേ പല്ലെടുത്ത് മാവളെന്ന് വായിന്നൊക്കെ കേൾക്കുന്നത്. ഒരു കുഞ്ഞുള്ളത് എന്റെ തെറ്റുകൊണ്ടാണോ? എനിക്ക് ആഗ്രഹം ഒരു ഉമ്മയാവാൻ വേണ്ടി. ഒരു പണി ഓൾ എടുക്കൂല, ഒക്കെ ഞാൻ തന്നെ എടുക്കും വേണം. ഓളാണെങ്കിയോ തള്ളക്കൊക്കെ ഏറ്റി കൊടുക്കും ചെയ്യും. തള്ളക്കാണെങ്കിൽ അരബുദ്ധിയാണ്. ശരിക്കൊരു സാധനം തിന്നാനും കുടിച്ചാനും അതിന് പറ്റില്ല ഇവിടെ.
4 ദിവസത്തിന്റെ പെരേക്ക് ഇവന് പറഞ്ഞേക്കോ അതും തിരുവനന്തപുരത്തെ ഓരോരോ വെപ്പും ഹേയ്, ഇത് തിന്നാൻ പറ്റിപ്പത് ഓളോരോരോ കാട്ടിക്കൂടെ കിട്ടിയതാണ് ഇപ്പത്. ഇതെങ്ങനെ ഇപ്പൊ ഞാൻ ഈ മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുക്കുക? ഇങ്ങനെ ഓളെയൊക്കെ ഒരു തുള്ളി സാധനം തിന്നാൻ പറ്റിയ കിട്ടിയെങ്കിലും. നീ എന്തായിരുന്നു അലക്കണത് ഇങ്ങനെ ചുമ്മാ നെറ്റി? അല്ല ഞാൻ തുടച്ചല്ല അവിടെ ഇതിന്റെ പിന്നെ നീ തുടച്ചത് കാണാനുണ്ട് അതില്. ചേടി ഇമ്മ കറന്നപ്പോ നീച്ച വന്നല്ലേടി ഇങ്ങോട്ട് ഇമ്മ കാണാൻ വേണ്ടീട്ട് ഞാൻ തുടച്ചതല്ല അവിടെയൊക്കെ. എനിക്കാരെയും കാണിക്കാൻ തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. പോയാ മതി. ഇത് വെച്ച ചോറ കുക്കറിന്റെ അടി പൊടിച്ച് അവിടെ ഫോണുമ്പോ അല്ല പിന്നെ ആരടുത്ത എന്നെ തൊടാൻ കൊണ്ട് തന്നെ എനിക്കതൊന്നും കേക്കണ്ട. ഇവിടെ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? ഇതാണ് തിരുവനന്തപുരത്തൊക്കെ ഞാൻ ചോറിന് അടി പിടിച്ചിട്ടുണ്ടാക്കല്, കുക്കറിൽ അടി പിടിച്ച കണ്ട് എങ്ങനെ വെക്കല് നോക്കത്. എന്റെ മാപ്പിള ഒന്ന് തിന്നാളെ ചോറാണ് പോടിയാണ് ഇതൊന്നും കൊണ്ടേ കിടന്നു പോയി. തരിപ്പ് കയറാൻ വെക്കണം കേട്ടോ. അതിന്റെ തൊഴിൽ വരുന്നോട് കേക്കണ്ടേ നോക്കാം. ഇത് ഉണ്ടാക്കിയ ചോറിലടി ഇത് മനസ്സിൽ തിന്നാൻ കൊടുക്കാൻ പറ്റുമോ? ഇതിനോട് ചിലക്കാൻ നിക്കണ്ട. ഇതൊന്ന് പൊടിയാണ് ഞാൻ തൊള്ളി വെച്ചു. ഇതൊന്ന് പോയി കടന്നു നോക്കാം. ഇത് വെച്ച ചോറാണ് അത് നോക്കാം. പിന്നെ ആരാ വെച്ചത്? ഞാനാ. ഇമ്മ എന്നാലും അടുക്കളയ്ക്ക് വരില്ല. പിന്നെ ഞാൻ വിചാരിച്ച പിന്നെ ആരാക്കാം എനിക്ക് ഓർമ്മ ഞാൻ പൊണ്ണത്തലല്ലടി. പിന്നെ എങ്ങനെ എനിക്ക് ഓർമ്മ ഉണ്ടാവുക? ആനാ ഞാനൊന്ന് കാണട്ടെ. ഇമ്മങ്ങോട്ട് വരട്ടടി. ഇമ്മാക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ എന്റെ ചോറ്. ഇത് ആരോടാണ് ഈ ചലിക്കണത്? ഇന്നോടോ? അല്ല പിന്നെ ആരോടാ ചലിക്കണത്? നിന്റെ കെട്ടിയോണ്ടോട്. ആണോ? ഞാൻ അറിഞ്ഞില്ല. അയ്യാതാ എന്റെ പേര് നിന്റെ ഉപ്പ കിട്ടും. അയ്യടാ എന്റെ ഉപ്പാക്ക് പേരില്ല. എന്റെ പേരിടുന്നു എന്നോട് മക്കളെ നേരില്ല. ഞാൻ പണം നോക്കടി. ഇജന്റെ വാപ്പാനെ പറയത്തിട്ടോ. ഞാൻ പറഞ്ഞ ഇന്ന പറഞ്ഞ ഇന്റെ വാപ്പാനെ പറഞ്ഞെങ്കിൽ കിട്ടുണ്ടാക്കുന്നത് ആരുടെ മോയി നടക്കണേ. എന്റെ പൊണ്ണത്തടി ഇങ്ങനെ നിന്റെ മനസ്സാണ്. നീ ഇങ്ങനെ 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 പോണ്. അങ്ങ് തൊള്ളുന്ന അമർത്തി വെക്കാൻ പറ്റില്ല പുഷ്റ. പറ്റൂല. എന്റെ വാ എന്റെ പല്ലി എന്റേതാണാ? അയ്യോ ഞാൻ അറിയില്ലേനും തന്നാല് ഇവിടെ ഇമ്മയുടെ ഇമ്മൊന്നും കാണില്ലല്ലോ. അന്നെ കൊണ്ട് ഏട്ടങ്ങാറായിക്കണു. ഒരു കുട്ടികളെ മക്കളും അനക്ക് ഉണ്ടാവോ? ഓടിയാതെ പൊസറ. നാലിസിനെ പെരീക്ക് പോയി തരുമ്പോ സ്വസ്ഥായിട്ട് ഇവിടെ നിന്ന് ജീവിക്കാനേ. ഞാൻ ഇങ്ങനെ വെച്ചുണ്ടാക്കി ഇങ്ങനെ മുണുങ്ങ അല്ലേ? ഇതൊന്ന് പറഞ്ഞതാ ഞാൻ കേക്കട്ടെ. എന്താണിത് ചന്തപ്പേരെ? അങ്ങാടി കേക്ക് നിങ്ങൾ ഒച്ചപ്പാടേ നിങ്ങൾ ഇങ്ങനെ കണ്ടോ? ആ ചോറാണ് ഈ കാട്ടി കുട്ടിക്കണ്ട. ആ കുക്കറിന്റെ അടി പിടിച്ചു. ഓളത് കുക്കറിൽ ഇങ്ങനെ ഇമ്മ പറയണ്ടതേ. ഇമ്മ ഞാനാണ് കാട്ടണെന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ ഞാൻ വന്ന് പൊരുത്തപ്പെട്ടോടത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ നാട്ടുകാർ പറയുന്നുണ്ട് നിങ്ങളെ കുറിച്ച്. മറ്റേ 2 പെൺകുട്ടികൾ വന്നോട്ട് വിചാരിച്ചാണ്ട് കുറെ ദ്വാരം നോക്കുമ്പോ ഇത് വന്നത് ഇപ്പൊ ഇങ്ങനെയായല്ലോ. നിങ്ങളെ അമ്മ അവിടെ തെറ്റുകയും ചെയ്തിരിക്കാണ്. നിങ്ങൾ വല്ല ഒരു സ്വൈര്യം കൊടുക്കണ്ട. അതിനെങ്കിലും ഇപ്പോഴാണ് എല്ലാ ഇടങ്ങേറും ഉണ്ടാക്കിക്കൊണ്ട് ഓളാണ്. ഇജ് പറയോ ഓളാണ്? ഓള് പറയും ഇജാണ്. നിങ്ങൾ കാണുന്നില്ലല്ലോ. അങ്ങാടി കേക്ക് നിങ്ങൾ 2 ആളി ഒറ്റപ്പാട് കലപ്പില്ല കലപ്പില്ല കലപ്പില്ല.
എന്തൊരു കഷ്ടാണ് നിങ്ങളെ കൊണ്ട്. ഒരു സ്ഥലത്ത് രണ്ടാളും അപ്പൊ ബാങ്ക് കൊടുത്തില്ലേ നിസ്കരിച്ചാണ്ട് വല്ല ഓടിയാണ് നിന്ന് നോക്കികള്. എന്ത് സബൂർപ്പാ എന്താണ് ഇവിടെ തൊള്ളിന്റെ ചന്തയിൽ പോയി കണ്ട് ഇത്ര ഇതായത് നേരെ ബാങ്ക് കൊടുത്തു. എന്നോട് ചെറുക്കാൻ നിൽക്കണ്ട. എവിടേക്ക് കേക്ക് നിങ്ങൾ ഒച്ച വിളി. മലപ്പുറമാണല്ലോ ഞാൻ ചന്തയിൽ പോയി കാണൂല. മുണ്ടാതെ നിക്ക് രണ്ടാളും കൂടി. ഞാൻ ഒന്ന് അവിടെ ഒന്ന് സ്വസ്ഥത കൊടുക്കങ്ങളെ. വല്ലാത്തൊരു കട്ട തന്നെ. ഏട്ടി ഞാൻ 4 ദിവസത്തിന്റെ പേരേക്ക് പോകുമ്പോ എനിക്ക് അതിന്റെ തൊള്ള നശരിക്കൊന്ന് കാണാൻ ഇവിടെ വിളിച്ചേട്ടാ. ഞാനും പോവും. എനിക്ക് പോയിട്ട് പോവാം. ഞാനും പോവും. നിന്റെ കെട്ടിടം പോടിയാണ്. ചായ് നൈ പൈ മൈ ഞാൻ ഇതല്ലത്തിനാന്ന് പറഞ്ഞാൽ നിന്നോടാണ് നിൽക്കണത്. നീ എന്റെ ഞാൻ നിന്റെ മൂത്തതാണ് കേട്ടോ. എന്റെ മൂപ്പൊന്നും ഇവിടെ നോക്കണ്ട. നിങ്ങൾ പോയിക്കോളെ. ഇതിനേക്ക് നടത്താൻ പറഞ്ഞ തീരൂല. ഉണ്ടാകുന്ന ഇജും ഉണ്ടാകുന്ന അവിടൊക്കെ ഞാൻ തുടച്ച ഇത് ഇമ്മ നീച്ചപ്പോ ഇത് മെല്ലെ ആ കുണ്ടും കൊണ്ട് കയറിയല്ലേ ഞാൻ കണ്ട എന്റെ വീരതൊക്കെ എനിക്കറിയാം. എന്നിട്ട് ഇമ്മാന്റെ മുന്നിൽ ഇങ്ങനെ മെയിനായി നടക്കുക. ഈ ഫോണും കണ്ടിരിക്കലാടെ ഒരു പണി എടുക്കാതെ അയ്യടാ എന്റെ വാപ്പാക്കുമ്പക്കും വിളിച്ച ആര് ആണാ ആ ഞാൻ അറിഞ്ഞില്ലേനുട്ടാ. ഞാൻ എന്റെ വാപ്പാക്കാന്നാ വിചാരിച്ചത്. മകൻ കാണിച്ചു കൊടുക്കാലോ. ഇതുവരെ ആ കൊമ്പങ്കടം പോയില്ല. ഇങ്ങനെ കാണില്ലടി അവിടെ. എന്നിട്ട് ഇമ്മ നീച്ചപ്പോ ആ കൊണ്ടും കൊണ്ട് വന്നല്ലേ പണി മുഴുവൻ ഞാനാണ് എടുക്കുന്നത്. എന്താ പൊന്നൊഴിച്ച് ഇവിടെ ഈ കാട്ടിക്കണത്? ഇവിടെയുമാണ് ഞാൻ നന്നാക്കുക. നിങ്ങൾ കാണില്ലത് ഇതൊക്കെ ഇവിടെ പരത്തിട്ടൊക്കെ എനിക്ക് എന്തൊരു ചെയ്താണ്. അടുക്കളത്തൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെയുമാണ് ഞാൻ കൈ ഇതെത്തി എന്റെ കൊല്ലൊക്കെ മൂടി ഇവിടെ പരത്തിട്ടേക്കണത്. നിങ്ങൾ കാണില്ലത്? ഞാൻ എന്താ കാട്ടുണ്ട്? ഞാൻ അടിയിൽ തന്നെ കുറെ എടുത്ത് കൂട്ടി തരികയാണ്. ഇത് ഇവിടെയുമാണ് നന്നാക്കുക. ഞാൻ ഇവിടെ പറഞ്ഞതൊന്ന് പരത്തരുത്. ഇത് നിങ്ങൾക്ക് അത് ആയത്ത് നടക്കണൊക്കെ കാറിണ്ടെങ്കില് ഇതിന്റെ അടിയിൽ ഞാൻ എന്താ ചെയ്യാ? എന്റെ അമ്മയുടെ താഴത്തുള്ളത് എന്റെ അഞ്ചന്റെ പെണ്ണുങ്ങളാണ്. ഓളോട് ചെന്നൽ പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ താവാതെ കാര്യം നടക്കൂല. ഡോക്കാജി മരോളാണ് കാട്ടിക്കുന്നത്. അമ്മായിമാനി എന്റെ ഇത് വിഷമിക്ക് മനസ്സിലാവാനിട്ടല്ല. പക്ഷെ പെണ്ണുങ്ങളെ സ്വഭാവം വളരെ മോശം. അവർ രണ്ടാളും ഒരു കണ്ടെത്തി ചേരില്ല. ഞാനിത് കുറെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇത് ശരിയാവുള്ളൂ. ഞാനൊരു തീരുമാനത്തിലെത്തിക്കണം. ഞാനത് തരേ. ഞാനേ ഇപ്പൊ കല്യാണം കഴിഞ്ഞ അതിന്റെ ഒരു ഞെരുക്കുണ്ട്. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അവിടെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങള്